നിലവിലെ രാജ്യത്തിൻ്റെ സ്ഥിതിഗതികൾക്കനുസരിച്ച് നീക്കങ്ങൾ നടത്താനുള്ള ഒരു പദ്ധതിയാണ് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. NDA സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കി അധികാരം തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആസൂത്രണം മികവ് പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ യാഥാർത്ഥ്യം വിളിച്ചോതുന്നത് എടുത്തു നോക്കിയാൽ UP തന്നെയാണ്. UPയിൽ മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസിനെ ചേർക്കാത്തത് കൊണ്ട് തന്നെ അവിടെ വോട്ടുകൾ ഭിന്നിക്കും എന്നുള്ള വാർത്തകൾ കടന്നു വന്നിട്ടുണ്ട്. ഈ വാർത്തകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് നേരിട്ട രീതിയാണ്, പ്രിയങ്കയും ജ്യോതിരാദിത്യ സിന്ധ്യയും നേരിട്ട രീതിയാണ് എടുത്തു പറയേണ്ടത്. കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ, അതായത് മഹാസഖ്യവുമായി കോൺഗ്രസ് പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങൾ, BJPക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും മഹാസഖ്യവും BJPയും നേർക്കുനേർ വരുന്ന മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസിനെ എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രിയങ്ക ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഈ SP-യിലേക്കും BSP-യിലേക്കും പോകുന്ന വോട്ടുകളല്ല BJPയിലേക്ക് എത്തുന്നത്. SP-യുടെയും BSP-യുടെയും വോട്ട് ബാങ്കുകൾക്ക് അപ്പുറത്തുള്ള, അതായത് യാദവരല്ലാത്ത ആളുകളുടെ വോട്ടുകളാണ് BJPയിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ വോട്ടുകൾ തന്നെയാണ് കോൺഗ്രസിലേക്കും വരുന്നുള്ളത്. അതായത് BJP പിടിച്ചെടുക്കുന്ന വോട്ടുകളാണ് കോൺഗ്രസിലേക്കും കടന്നു വരുന്നത് എന്ന യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കടന്നു വന്നു കഴിഞ്ഞാൽ SP-BSPയുടെ വോട്ട് ബാങ്കുകൾ അവിടെ ഭദ്രമായി നിൽക്കുകയും ദുർബലരായ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും BJPയിലേക്ക് കടന്നു പോകുന്ന ഉയർന്ന ജാതിക്കാരുടെ, ബ്രാഹ്മണരുടെ വോട്ടുകളിൽ ചിലത് കോൺഗ്രസിലേക്കും കടന്നു വരുന്നതിലൂടെ വോട്ട് രണ്ടായി ഭിന്നിക്കും. രണ്ടായി ഭിന്നിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകളാണ്. ഇങ്ങനെ വോട്ടുകൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ അത് നേട്ടമുണ്ടാക്കുന്നത് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളാണ്. എല്ലാ മണ്ഡലങ്ങളിലെയും കഥകളല്ല ഈ പറയുന്നത്. കോൺഗ്രസിന് സാധ്യതകളില്ലാത്ത മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ചില തീരുമാനങ്ങൾ ഇതാണ്. ഇതവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും വ്യക്തമായി മനസ്സിലാകും. അവർ ജാതിയുടെ വോട്ടുകൾ, അതായത് മറ്റുള്ള മഹാസഖ്യത്തിലേക്ക് പോകുന്ന വോട്ടുകളെ കൃത്യമായ ആസൂത്രണ മികവോട് കൂടി നോക്കിക്കാണുന്ന സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുള്ളത് എന്നുള്ളത് കോൺഗ്രസ് വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മഹാസഖ്യവും BJPയും പോരാടുന്ന മണ്ഡലങ്ങളിൽ BJPയുടെ വോട്ടുകൾ ഭിന്നിപ്പിച്ചു കഴിഞ്ഞാൽ ആ നേട്ടം മഹാസഖ്യത്തിലേക്ക് എത്തുകയും BJPയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള നിർണായക നീക്കമാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും UPയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ നീക്കങ്ങളെ BJP ചെറുതായൊന്നുമല്ല പേടിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.